നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയായി 71% പേർ വോട്ട് ചെയ്തെന്ന് ഔദ്യോഗികമായി കണക്ക്. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് കൂടിയത് ആത്മവിശ്വാസം നൽകുന്നുവെന്ന് മുന്നണികൾ. കൂടുതൽ പോളിംഗ് മഞ്ചേരിയിൽ, കുറവ് വേങ്ങരയിൽ. ദേവികുളത്ത് സബ് കളക്ടർ ശ്രീരാം വെങ്കട്ടരാമനെതിരെ CPM പ്രവർത്തകരുടെ പ്രതിഷേധം. കയ്യേറിക്കെട്ടിയ ഷെഡ് സബ് കളക്ടർ ഇടപെട്ട് പൊളിച്ചുമാറ്റി. നടപടിയെടുക്കാതിരുന്ന പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് കലക്ടർ. റവന്യൂ ഉദ്യോഗസ്ഥരെ തടഞ്ഞതിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ മുഖ്യമന്ത്രിയെ പ്രതിഷേധമറിയിച്ചു. കാനം രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശവുമായി EP ജയരാജൻ. സർക്കാരിനെതിരായ കാനത്തിന്റെ കുത്തുവാക്കുകൾ എല്ലാ സീമകളും ലംഘിക്കുന്നു. മുഖ്യമന്ത്രിയെ പരസ്യമായി അപഹസിക്കുന്നത് അപലപനീയം. KM ഷാജഹാന്റെ അട്ടിമറിപ്പണിക്ക് ചൂട്ടുപിടിക്കുന്നുവെന്നും ജയരാജൻ. മന്ത്രിമാരെ തിരിച്ചറിയാനാകാതെ സംസ്ഥാന ഇന്റലിജൻസ് മേധാവി. റവന്യൂ മന്ത്രിയോട് VS സുനിൽകുമാർ അല്ലേയെന്ന് ചോദ്യം. സ്വന്തം പാർട്ടിക്കാരെ തിരിച്ചറിയാത്ത മുഖ്യമന്ത്രിയുടെ കാലത്ത് ഇത് സ്വാഭാവികമെന്ന് MM ഹസന്റെ പരിഹാസം. പെട്രോൾ ഡീസൽ വില ദിവസേന പുതുക്കി നിശ്ചയിക്കാൻ തീരുമാനം. മെയ് 1 മുതൽ 4 നഗരങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കും. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ 71% പോളിംഗ് രേഖപ്പെടുത്തിയതായി ഔദ്യോഗിക വിവരം. വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. മലപ്പുറത്ത് നിന്നും വിവരങ്ങളുമായി BB വിനോദ് ആദ്യം ചേരുന്നു. വിനോദിലേക്ക്. വിനോദ്, ഔദ്യോഗികമായിട്ടുള്ള കണക്കാണോ 71% എന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അത്രയ്ക്ക് പോളിംഗ് ശതമാനം എത്തിയിട്ടില്ലേ? ഏതൊക്കെ നിയമസഭാ മണ്ഡലങ്ങളിലാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്? സനീഷ്, ഇപ്പോൾ ലഭിക്കുന്ന കണക്കനുസരിച്ച് 70.4 ഏറ്റവും ഒടുവിൽ പോളിംഗ് ശതമാനമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഇത് 71.2 ആയിരുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ പോളിംഗാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് 2009 76% പോളിംഗ്. മുന്നണികൾ പറഞ്ഞത് പ്രകാരം വലിയ തോതിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് വന്നില്ല എന്ന് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഒന്നുകിൽ ഇവിടെ ഉയർത്തിയ രാഷ്ട്രീയം വോട്ടർമാരെ സ്വാധീനിച്ചില്ല, അല്ലെങ്കിൽ മലപ്പുറത്ത് ഇപ്പോൾ ഉള്ള കാലാവസ്ഥ, വലിയ ചൂടാണ് മലപ്പുറത്ത് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് കൂടുതൽ പേർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയില്ല. ഈ രണ്ട് കാര്യങ്ങളിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. എല്ലാ മണ്ഡലങ്ങളിലും 7 അസംബ്ലി മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തെ അത്ര തന്നെയാണ് വോട്ടിംഗ് നിലവാരം. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കൂടുതൽ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമില്ല. ഇവിടെ പ്രധാനമായും വോട്ടിംഗ് പൂർത്തിയായിരിക്കുന്നു. UDFനെ സംബന്ധിച്ച് അവർ നേരിടുന്ന ഒരു വെല്ലുവിളി, ഇവിടെ SDPയും വെൽഫെയർ പാർട്ടിയും സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല. കുഞ്ഞാലിക്കുട്ടി വിജയിച്ചാൽ തന്നെ ഇതൊരു വലിയ ആരോപണമായി UDF നേരിടേണ്ടി വരും. ഇത് ഭരണപക്ഷവും BJPയും ഉയർത്തുന്ന ആരോപണമാണ്. അതിന് അവർ മറുപടി പറയേണ്ടി വരും. സർക്കാരിനെ സംബന്ധിച്ചുള്ളത് കോടിയേരി ബാലകൃഷ്ണനാണ് ഭരണം വിലയിരുത്തും എന്ന തരത്തിലൊരു ചർച്ച തുടങ്ങി വെച്ചത്. പിന്നീട് അത് VS അച്യുതാനന്ദനും ഒപ്പം തന്നെ തോമസ് ഐസക്കും അത് സംബന്ധിച്ച് അതിനെ ഏറ്റുപിടിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. അതേസമയം മന്ത്രിമാരായ G സുധാകരനും AC മൊയ്തീനും ഭരണം വിലയിരുത്താൻ കാലമായില്ല എന്ന ഒരു നിലപാടാണ്. പക്ഷേ അത് പ്രതിപക്ഷം മുഖവിലക്കെടുത്തിട്ടില്ല. പ്രചരണ സമയത്ത് തന്നെ പ്രതിപക്ഷം അത് വലിയ ചർച്ചയാക്കിയിരുന്നു. BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ 64,000 വോട്ടാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ലഭിച്ചത്. അവർ ഇക്കുറി വോട്ട് ശതമാനത്തിൽ വർധനയുണ്ടാക്കിയാൽ ഏത് മുന്നണിയുടെ ഭാഗത്തു നിന്നാണ് അത് ചോർച്ച ഉണ്ടാകുന്നത് എന്നത് വലിയ ചർച്ചയായി മാറും. അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥി ഇവിടെ ഉയർത്തിയ ബീഫ് രാഷ്ട്രീയം. BJP ജയിച്ചാൽ മലപ്പുറത്തെ വോട്ടർമാർക്ക് നല്ല ബീഫ് വിതരണം ചെയ്യുമെന്നായിരുന്നു BJP സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം. അവസാന നിമിഷം വരെ BJP നേതൃത്വം അതിൽ ഒരു തിരുത്തൽ വരുത്താൻ തയ്യാറായിരുന്നില്ല. അതും ഈ മണ്ഡലത്തിൽ വലിയ തോതിൽ ചർച്ചയായി. ഇത്തരത്തിലാണ് ഇപ്പോൾ ഈ വോട്ടിംഗ് പൂർത്തിയാകുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ ചർച്ചകൾ. നന്ദി വിനോദ്. വിവരങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ താങ്കളിലേക്ക് വന്നുകൊള്ളാം. ഇപ്പോൾ ഈ ചർച്ചകൾക്ക് വേണ്ടി CPM നേതാവ് ശ്രീ A വിജയരാഘവൻ മലപ്പുറത്ത് നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. മുസ്ലിം ലീഗ് നേതാവ് ശ്രീ മായിൻ ഹാജി കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും, അഡ്വക്കേറ്റ് ജയശങ്കർ കൊച്ചിയിൽ നിന്നും, ശ്രീ JR പത്മകുമാർ തിരുവനന്തപുരത്തു നിന്നുമാണ് ഈ ചർച്ചയിൽ ചേരുന്നത്. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, മലപ്പുറത്ത് ചർച്ച ചെയ്യപ്പെട്ട സംഭവങ്ങളെക്കാൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് മലപ്പുറത്തിന് പുറത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പലതരം ചർച്ചകൾ നടന്നിട്ടുണ്ട്. ജിഷ്ണു കേസ് തൊട്ട് ഇപ്പോൾ ഒടുവിൽ രമൺ ശ്രീവാസ്തവയുടെ നിയമനം വരെയുള്ള കാര്യങ്ങൾ ചർച്ചകളായിട്ടുണ്ട്.
ഈ മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനെ മലപ്പുറത്തിന് പുറത്തു നടന്ന ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഏത് നിലക്കായിരിക്കും സ്വാധീനിച്ചിട്ടുണ്ടാവുക? മലപ്പുറത്തെ അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തു നടന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ ഏത് വിധത്തിലാണ് താങ്കൾ അത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുക? മലപ്പുറം പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ കേരളത്തിൽ UDFന് ഏറ്റവും ഉറച്ച ഒരു സീറ്റാണ്. അതിൽ 7 മണ്ഡലങ്ങളും മുസ്ലിം ലീഗിൻ്റെ MLAമാരുള്ളതാണ്. നിലവിൽ മുസ്ലിം ലീഗാണ്. ഏത് കാലത്തും മുസ്ലിം ലീഗുകാർ ജയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പെരിന്തൽമണ്ണയും മങ്കടയും ഒരു ചെറിയ പരിധി വരെ വള്ളിക്കുന്ന് മാത്രമേ ഇടതുപക്ഷക്കാർക്ക് കുറച്ചെങ്കിലും ആശയ്ക്ക് വഴിയുള്ളതായിട്ടുള്ളൂ. അവിടെ ജയിക്കുക എന്നുള്ളതല്ല, ഭൂരിപക്ഷം താരതമ്യേന കുറയ്ക്കാൻ ശ്രമിക്കാവുന്ന മണ്ഡലങ്ങളാണ്. മറ്റ് 4 മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് മലപ്പുറം, മഞ്ചേരി, വേങ്ങര, ഇതൊക്കെ വലിയ തോതിൽ മുസ്ലിം ലീഗിന് മേൽക്കൈയുള്ള മണ്ഡലങ്ങളാണ്. മുസ്ലിം ലീഗ് ഇപ്പോൾ കോൺഗ്രസ് ഇല്ലാതെ പോലും മുസ്ലിം ലീഗിന് ഒറ്റയ്ക്ക് ജയിക്കാവുന്ന മണ്ഡലങ്ങളാണ്. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കൂടി എതിർത്താൽ പോലും മുസ്ലിം ലീഗിന് ജയിക്കാവുന്ന സീറ്റുകളാണ്. അപ്പോൾ മലപ്പുറത്ത് ആര് ജയിക്കുമെന്നറിയാനായിട്ട് എക്സിറ്റ് പോൾ നടത്തേണ്ട ആവശ്യമില്ല. മലപ്പുറത്ത് ആര് ജയിക്കുമെന്നറിയണമെങ്കിൽ പരപ്പനങ്ങാടിയിൽ പോയി ഉണ്ണികൃഷ്ണ പണിക്കരെ കൊണ്ട് കവടി ഒപ്പിക്കേണ്ട ആവശ്യമില്ല. അവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ജയിക്കാനാണ് സാധ്യത. പിന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 1.5 ലക്ഷമായിരിക്കുമോ 1.5 ലക്ഷമായിരിക്കുമോ, അതോ 2 ലക്ഷത്തിന് മീതെ പോകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ചാ വിഷയമാകുന്നത്. അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥി ജയിക്കണമെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വല്ല വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടത്തുകയോ അങ്ങനെ വലിയ എന്തെങ്കിലും കലാമിറ്റി ഉണ്ടാകുകയോ ചെയ്യണം. അല്ലാതെ കണ്ട് ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സീറ്റാണ്. പണ്ട് മഞ്ചേരിയിൽ TK ഹംസ ജയിച്ചു എന്ന് പറഞ്ഞാൽ അതും ഇതും തമ്മിലൊരു ബന്ധമില്ല. കാരണം അന്ന് ഈ വേപ്പൂർ, കുന്നമംഗലം മുതലായ പ്രദേശങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. പിന്നെ ഹംസയ്ക്ക് വ്യക്തിപരമായിട്ട് വലിയ സ്വാധീനമുള്ള വണ്ടൂർ, നിലമ്പൂർ പ്രദേശങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള യാതൊരു സൗകര്യവും ഇല്ല. ശരിക്കും മുസ്ലിം ലീഗിൻ്റെ ഒരു പൊന്നാപുരം കോട്ട എന്ന് പറയാവുന്ന ഒന്നാണ് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലം. പിന്നെ സംസ്ഥാനത്ത് മൊത്തത്തിലുള്ള എല്ലാ വിഷയങ്ങളും മലപ്പുറത്തേക്ക് ബാധിക്കുന്നതാണല്ലോ. മലപ്പുറത്തിന് മാത്രമായിട്ട് വേറെ വിഷയങ്ങളില്ല. അപ്പോൾ ഭരണത്തിൻ്റെ വിലയിരുത്തലെന്ന് പറഞ്ഞുകൂടാ, എങ്കിൽ പോലും മൊത്തത്തിൽ ഉള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഈ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കും. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് അത്ര വലിയ പ്രാധാന്യമുള്ള ഒന്നല്ല. അഹമ്മദ് മരിച്ചു, ആ ഒഴിവിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അത് സംസ്ഥാന രാഷ്ട്രീയത്തിലോ ദേശീയ രാഷ്ട്രീയത്തിലോ അത്ര വലിയ ചലനം സൃഷ്ടിക്കാൻ പറ്റിയ ഒരു തെരഞ്ഞെടുപ്പല്ല. പ്രത്യേകിച്ച് മലപ്പുറം മണ്ഡലത്തിലാണ് എന്നുള്ളതുകൊണ്ട് അത് വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുകയില്ല. ഇപ്പോൾ മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചാൽ പോലും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഒരു വിധിയെഴുത്തായിട്ടോ ഒന്നും ആരും കണക്കാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയില്ല. കോടിയേരി ബാലകൃഷ്ണൻ വെറുതെ ഈ രീതിയിലൊരു പരാമർശം നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ വളരെ വിനീതമായ അഭിപ്രായം. ഞാൻ തിരിച്ചു വരാം. ശ്രീ വിജയരാഘവൻ, മൊത്തത്തിലുള്ളൊരു രാഷ്ട്രീയ കാലാവസ്ഥ ഇടതുമുന്നണിക്ക് അനുകൂലമായ നിലയിലായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് തെരഞ്ഞെടുപ്പ് ചൂട് പ്രചരണത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ മലപ്പുറത്ത് പ്രചാരണം നടക്കുമ്പോൾ പുറത്തുള്ള രാഷ്ട്രീയ കാലാവസ്ഥ അത്രയ്ക്ക് സർക്കാരിന് അനുകൂലമായ ആയിരുന്നില്ല. അല്ലെങ്കിൽ തന്നെയും 1,90,000-ലേറെ വോട്ട് അഹമ്മദിനുണ്ടായിരുന്ന ഇടം, അവിടെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ്, PK കുഞ്ഞാലിക്കുട്ടി എന്ന പ്രധാനപ്പെട്ട നേതാവ് മത്സരിക്കുന്നു. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിക്ക് വിജയം സുനിശ്ചിതമാണ്. പക്ഷേ അദ്ദേഹം കൂടുതൽ വോട്ട് നേടുമോ, അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാനാകുമോ എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത്. ലീഗിന് വലിയ തിരിച്ചടി നൽകാൻ സർക്കാരിൻ്റെ വിലയിരുത്തൽ പോസിറ്റീവായിട്ട് അവിടെ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഈ വോട്ടെല്ലാം രേഖപ്പെടുത്തപ്പെട്ടതിന് ശേഷവും അവിടെ ചുമതലയുണ്ടായിരുന്ന താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ബാഹ്യമായി എങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടാലും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മാധ്യമങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി, വളരെ കൃത്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്തൊരു തെരഞ്ഞെടുപ്പാണ് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം. സാധാരണയായിട്ട് മലപ്പുറത്തെ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ ലീഗ് ഒരു നേതാവിനെ നിർത്തുന്നു, അദ്ദേഹം ജയിക്കുന്നു. പണ്ടാണെങ്കിൽ ഇസ്മായിൽ സാഹിബാണ് വരിക, അദ്ദേഹം നോമിനേഷൻ കൊടുക്കാൻ പോലും വരുന്നില്ല, അദ്ദേഹം ജയിച്ച സർട്ടിഫിക്കറ്റ് വാങ്ങാനാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ആ കാലമൊക്കെ മാറി. ഇപ്പൊ ഇത്തവണ ഈ പ്രചരിപ്പിച്ചതുപോലെയല്ല. മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ നേതാവ് കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുകയാണ്. അവർക്ക് ഏറ്റവും ശക്തിയുള്ള നിയോജകമണ്ഡലമാണ് മലപ്പുറം. എല്ലാ മുസ്ലിം സംഘടനകളും കൂടുതലായിട്ട് അദ്ദേഹത്തെ പിന്താങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് മത്സരമേ ഇല്ല എന്ന അവസ്ഥയിൽ, അതുമാത്രമല്ല ഇടതുപക്ഷത്തിന്റെ യുവാവായ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ആ സ്ഥാനാർത്ഥിക്ക് ഒരു ഗരിമയില്ല എന്നൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ അനുഭവങ്ങൾ വെച്ച് പരിശോധിച്ചാൽ വളരെ കൃത്യതയാർന്ന രാഷ്ട്രീയ വിഷയങ്ങൾ, അതിന്റെ എല്ലാ സൂക്ഷ്മ തലത്തിലും പ്രചരണ വിധേയമായ ഒരു തെരഞ്ഞെടുപ്പാണ് മലപ്പുറത്തെ ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ജയാവിജയങ്ങൾക്കൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ രേഖപ്പെടുത്തുന്ന ജനവിധി വളരെ സവിശേഷമായിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറെ കൂടി ഇടതുപക്ഷ സാധ്യതകൾ രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്.
ശ്രീ MC മൈൻ ഹാജി കൂടെ കോഴിക്കോട് നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ മൈൻ ഹാജി, 1,94,739 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണല്ലോ ഇ അഹമ്മദിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ 1,14,000 പേരോ മറ്റോ പുതുതായിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള വോട്ടർമാർ അവിടെ ചേർന്നിട്ടുമുണ്ട് പുതിയതായിട്ട്. എന്ന് വെച്ചാൽ 2 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം കിട്ടിയാലേ കഴിഞ്ഞ തവണത്തെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട വിജയമുണ്ടായിട്ടുണ്ട് എന്ന് അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാവുന്നതാണല്ലോ. 1,94,739 വോട്ടിൻ്റെ ഭൂരിപക്ഷം 1,94,738 എന്ന നിലക്ക് ഒരു വോട്ട് താഴേക്ക് വന്നാൽ പോലും നിങ്ങളുടെ പരാജയമാകും, സർക്കാരിന് അനുകൂലമായ വിലയിരുത്തലുമാകും. അങ്ങനെ സംഭവിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള സാധ്യത കാണുന്നുണ്ടോ ലീഗ്? ഇല്ല, നിങ്ങൾ പറഞ്ഞ ഒരു വോട്ട് താഴേക്ക് വന്നാൽ ഞങ്ങൾ പരാജയമാകും എന്നൊക്കെ ഉള്ളത് നിങ്ങളെ കണക്കാ. സർക്കാർ ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ 194 കിട്ടിയിട്ടില്ല. ഈ സർക്കാർ ഉണ്ടാക്കാൻ നടത്തിയ തെരഞ്ഞെടുപ്പുണ്ടല്ലോ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 ലക്ഷത്തിന്റെ മേലെ ഭൂരിപക്ഷം ഉണ്ടാവും കുഞ്ഞാലിക്കുട്ടി സാഹിബിന്, യാതൊരു സംശയവും വേണ്ട. ഇത് 1,14,000 വോട്ടുകൾ പുതിയ വോട്ടുകൾ ചേർന്നിട്ടുണ്ട്. ആ ചേർന്നതിൽ ആനുപാതികമായ വർധനവ് മാത്രമല്ല ഞങ്ങൾക്ക് ഉണ്ടാകുക, അതിലെ 60% ഞങ്ങൾക്കായിരിക്കും ആ വോട്ട്. എണ്ണം കൊണ്ട് കഴിഞ്ഞ തവണത്തെ ഇതിനേക്കാൾ പെർസെൻറ്റേജ് കുറവാണെങ്കിലും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ ഏറെ എണ്ണം വോട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കോണിയിൽ വീണിട്ടുണ്ട്. യാതൊരു സംശയവും വേണ്ട, ഞങ്ങൾക്ക് അതിലൊരു സംശയമില്ല, ഞങ്ങൾക്കൊരാശങ്കയില്ല. ഈ ആശങ്കയില്ലായ്മയ്ക്ക് ഈ ചെറു പാർട്ടികളുടെ വോട്ട് എന്നതൊരു ഘടകമായിട്ട് ഈ ഇടതുപക്ഷ പാർട്ടികൾ പ്രചരിപ്പിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 33,586 വോട്ട് SDPI അവിടെ നേടിയിട്ടുണ്ട്. അത്രേ 16,143 വോട്ടുകളാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അവർ നേടിയത്. വെൽഫെയർ പാർട്ടിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 26,783 വോട്ട് കിട്ടിയിരുന്നു. ഈ SDPIക്ക് 5.61% വോട്ട്, വെൽഫെയർ പാർട്ടിക്ക് 3.42% വോട്ട്. ഇവർ രണ്ടുപേരും ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. അത് മുസ്ലിം ലീഗിന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ കളിയുടെ ഭാഗമാണ്. നേർക്കുനേർ മത്സരിച്ചാൽ, പതിവ് പോലെ മത്സരിച്ചാൽ കുഞ്ഞാലിക്കുട്ടിക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാനാവുകയില്ല എന്ന തോന്നൽ കൊണ്ട് ഇവരെ തങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് വാങ്ങാൻ നിർത്തിയിരിക്കുകയാണെന്ന ആക്ഷേപം ഉയർന്നാൽ എന്ത് മറുപടിയാണ് നൽകുക? ശ്രീ മൈൻ ഹാജി. ആക്ഷേപം ഉയർന്നാൽ ജനങ്ങൾ പുച്ഛിച്ച് തള്ളിക്കളയും. കാരണം ഈ SDPI, PDP, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി പോലെയുള്ള സംഘടനകൾ മുഴുവൻ എക്കാലത്തും LDFന്റെ സഹയാത്രികരാ. മുസ്ലിം ലീഗിനെ തളർത്തുന്നതിന് വേണ്ടി LDFന്റെ അദൃശ്യ കരങ്ങളാൽ രൂപീകരിക്കപ്പെട്ട് ശക്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളാ. അതില് PDP അവർക്ക് തന്നെ LDFന് തന്നെ പ്രഖ്യാപിച്ചു. പിന്നെ SDPI ആർക്കാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി ആർക്കും ചെയ്യണ്ടെന്ന് തീരുമാനിച്ചു. അവരൊന്നും ഒരിക്കലും ലീഗിന് വോട്ട് ചെയ്യാറില്ല. ലീഗിന്റെ രാഷ്ട്രീയം എന്നും LDF രാഷ്ട്രീയത്തോടൊപ്പം സഞ്ചരിക്കുന്ന ആളുകളല്ലേ ഇവരൊക്കെ. അതെങ്ങനെ ലീഗ് സ്ഥാനാർത്ഥിക്കും UDFനും വോട്ട് ചെയ്യുക? ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFന് വോട്ട് ചെയ്യുന്ന പ്രശ്നം ഉണ്ടാവാറില്ല. എന്നും കോൺഗ്രസ് വിരുദ്ധ സമീപനം, മുസ്ലിം ലീഗ് വിരുദ്ധ സമീപനമാണ് അവരെപ്പോഴും രാഷ്ട്രീയമായി സ്വീകരിക്കാറുള്ളത്. അത് അവരെ നിലനിൽപ്പിന് അത്യാവശ്യമായ സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയെന്ന് പ്രചരിപ്പിച്ചാൽ CPMന് ആട്ടിനെ പട്ടിയാക്കാൻ പറ്റുന്ന വ്യാജ പ്രചരണങ്ങൾ നടത്താനുള്ള സ്വാധീനമുള്ള കഴിവുള്ള മറ്റൊരു ബഹളവും കൂടെ വരുന്നുണ്ട്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ എ വിജയരാഘവൻ, BJPക്ക് 64,000 സംതിങ് വോട്ടുണ്ട്, 64,000-ലേറെ വോട്ടുകളുണ്ട്. ഒപ്പം ഈ ചെറു പാർട്ടികളുടെ വോട്ടും അത്രയ്ക്ക് നിസ്സാരമല്ല. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുമ്പോൾ വിജയം എന്നതിനേക്കാൾ വോട്ടിന്റെ ഭൂരിപക്ഷം കുറക്കുക എന്നത് പോലും പ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ചെറിയ പാർട്ടികളുടെ, തീരെ ചെറിയ പാർട്ടികളല്ല, ചെറിയ പാർട്ടികളുടെ ഈ വോട്ട് പിടുത്തം അത്രയ്ക്ക് നിസ്സാരമായ സംഗതി അല്ലല്ലോ. അത് SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് നിങ്ങൾക്ക് കിട്ടാനിടയുണ്ടോ? ഞങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയില്ലല്ലോ. ഞങ്ങളല്ലേ ഏറ്റവും ശക്തമായിട്ട് SDPIക്കെതിരായിട്ടുള്ള പ്രചരണം നടത്തിയത്. ഞങ്ങളല്ലേ SDPI ലീഗ് ബന്ധം തുറന്നു കാണിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി ആദ്യം ചെയ്തത് SDPIയുമായി കൂട്ടുകച്ചവടം നടത്തുകയാണ് ചെയ്തത്. അവരത് അതേ തരത്തിലുള്ള പ്രസ്താവനകളും അവർ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി വളരെ കൃത്യമായി കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായ തരത്തിൽ തന്നെയാണ് ആദ്യം അവർ സംസാരിച്ചു തുടങ്ങിയതും മുന്നോട്ട് വന്നതും.
സ്വാഭാവികമായും ഈ മുന്നണിയെ സംബന്ധിച്ച് അതിശക്തമായ വിമർശനം സമൂഹത്തിൽ ഉയർന്നു വന്നു. ലീഗ് എല്ലായ്പ്പോഴും SDPIയുടെ സഹായം വാങ്ങുന്നവരും SDPIക്ക് ഒപ്പം സഞ്ചരിക്കുന്നവരുമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോ ഗവൺമെന്റ് പോയതിനു ശേഷം മുസ്ലിം ലീഗ് കൂടുതൽ തീവ്രവാദപരമായ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതും എല്ലാവർക്കും അറിയാം. അപ്പൊ ലീഗ് അതിന്റെ ശരാശരി വർഗീയതയിൽ നിന്ന് തീവ്രവാദ വർഗീയതയിലേക്കുള്ള ഒരു പരിണാമത്തിലാണ് എന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകളും സംവാദങ്ങളും തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് വന്നത്. മുസ്ലിം ഏകീകരണം എന്ന മുദ്രാവാക്യമാണ് കുഞ്ഞാലിക്കുട്ടി, അത് ലീഗ്, UDF ഇവിടെ നടത്തിയിട്ടുള്ളത്. വീടുകളിൽ പോയിട്ട് സംസാരിച്ചത് മുഴുവൻ മുസ്ലിം ഏകീകരണമാണ്. പ്രസംഗം എങ്ങനെയൊക്കെ ആയിരിക്കും, മായനാജിപ്പി പറഞ്ഞതുപോലെയുള്ള വാദമൊക്കെ മേലെ മൈക്കിൽ പറയും. താഴെ വീട്ടിൽ പോയിട്ട് ഏറ്റവും തീവ്രമായ മുസ്ലിം വർഗീയത തന്നെ പ്രചരിപ്പിച്ചത്. ഹിന്ദു വർഗീയതയ്ക്ക് കേന്ദ്രത്തിൽ അധികാരമുണ്ട്, അതിന്റെ പരിഹാരം മുസ്ലിമിന്റെ ഒരു വർഗീയതയാണ്, അതിന്റെ പ്രതീകം കുഞ്ഞാലിക്കുട്ടിയാണ്, വലിയ ഭൂരിപക്ഷം കുഞ്ഞാലിക്കുട്ടിക്ക് നൽകൂ എന്നാണ് വീടുകളിൽ കയറി പറഞ്ഞത്. അതെല്ലാവർക്കും അറിവുള്ള കാര്യമല്ലേ. അപ്പോൾ മുസ്ലിം ലീഗ് തന്നെ കുറെ കൂടി തീവ്രവാദപരമായ നിലയിലേക്ക് പോകുന്നു. ഇത് തുറന്നു കാണിക്കപ്പെട്ടിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് മലപ്പുറത്തെ പൊതുവികാരം, ജനങ്ങൾ മതനിരപേക്ഷ ബോധത്തിനോടൊപ്പം നിൽക്കും, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ സജീവമായിട്ട് മുന്നോട്ട് വന്നു. അപ്പോഴാണ് ഈ SDPIയെ കൊണ്ട് പ്രസ്താവനയിൽ ലേശം ഭയപ്പെടുത്തി വെച്ചത്. താഴെ നടത്തിയ എല്ലാ പ്രചരണവും ഇവർക്കൊപ്പമായിരുന്നു, ഒന്നിച്ചായിരുന്നു. മുസ്ലിം ലീഗ് കൂടുതൽ മതതീവ്രവാദ നിലപാടിലേക്ക് പോയതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും വലിയ പ്രത്യേകത അതാണെങ്കിൽ അത് ദോഷം ചെയ്യുകയില്ലേ ശ്രീ മായിൻ ഹാജി? അതായത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളുടെ വിയോഗത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം കൂട്ടേണ്ടതുണ്ട്. നിങ്ങൾക്ക് വിജയവും വോട്ടിന്റെ ഓരോ എണ്ണവും പ്രധാനവുമാണ്. പക്ഷേ അതിനുവേണ്ടി മുസ്ലിം ഏകീകരണം എന്ന് അവർ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരിപാടികളിലേക്ക് പോയാൽ അത് മലപ്പുറത്തിന്റെ, കേരളത്തിന്റെ ആകെ തന്നെയും ഭാവിക്ക് ദോഷകരമാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുകയില്ലേ? അങ്ങനെയൊരു ശരിയല്ലാത്ത ഇടപെടലിലേക്ക് നിങ്ങൾ പ്രേരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? സനീഷേ, ഇപ്പൊ ആരാ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല, കാരണം ഇവിടെ ടെലിവിഷൻ ഇല്ല. അത് വിജയരാഘവനാണ്, ശ്രീ A വിജയരാഘവനാണ്. ശരിയാവുന്നതിന് മുമ്പ് നിങ്ങൾ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ആരാണ് വിജയരാഘവൻ സാറ് അങ്ങനെ പറഞ്ഞാൽ അതിന് അദ്ദേഹത്തിനോടുള്ള ബഹുമാനം വെച്ചിട്ട് അദ്ദേഹത്തിനോട് ഷാർപ്പായിട്ട് മറുപടി പറഞ്ഞത് മോശമാണ്. മുസ്ലിം ലീഗ് പാർട്ടിയല്ലേ ഇവിടെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള എല്ലാ തീവ്രവാദ കക്ഷികളെയും ശക്തമായി എതിർത്തത്. PDP വന്ന ഉടനെ തന്നെ ISS ആയി വന്നപ്പോൾ ISSഉം RSSഉം ഒന്നാണ് എന്ന് മുസ്ലിം ലീഗ് പരസ്യമായി പ്രഖ്യാപിച്ചില്ലേ. SDPIന്റെ NDF വന്നപ്പോൾ NDF പരിണമിച്ച് SDPI PDP എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് അവസാനം SDPIയിൽ എത്തി നിൽക്കുക. NDFന്റെ രൂപീകരണം മുതൽ അതിനെ എതിർത്തവർ ഞങ്ങളല്ലേ. മുസ്ലിം സമുദായത്തിലെ ഒരു തരത്തിലുള്ള തീവ്രവാദത്തെയും ഞങ്ങൾ അംഗീകരിച്ച ചരിത്രമില്ല. മറിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ ചെയ്തതെന്താ? മാർക്സിസ്റ്റ് പാർട്ടി അബ്ദുൽ നാസർ മഅദനിയെയും മഹാത്മജിയെയും ഒരുപോലെ കണക്കാക്കി. ഒരൊറ്റ നിമിഷം ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കണം. അതായത് SDPIയുടെ വോട്ട് വേണ്ട എന്ന് CPM പറഞ്ഞു. പക്ഷേ SDPIയുടേതാണെങ്കിലും വോട്ട് ആരുടേതാണെങ്കിലും സ്വീകരിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അങ്ങനെയല്ലേ മലപ്പുറത്തെ യാഥാർത്ഥ്യം? അങ്ങനെയാണെങ്കിൽ ഈ SDPIയും വെൽഫെയർ പാർട്ടിയും അവരെല്ലാം വർഗീയ പാർട്ടികളാണ് എന്ന അഭിപ്രായമൊന്നുമല്ല ഈ പറയുന്നത്. പക്ഷേ ആ പാർട്ടികളടക്കം UDFനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണോ? ഷിമായിൻ ഹാജി അല്ല, CPM എന്നാ അങ്ങനെ പറഞ്ഞത്? CPM ഏത് ചെകുത്താനെയും കൂട്ടൊന്ന് കൂട്ടിപ്പിടിച്ച് എലക്ഷനെ നേരിടും എന്നല്ലേ CPMന്റെ പ്രഖ്യാപിത മുദ്രാവാക്യം? അത് ഏത് ചെകുത്താനായാലും എലക്ഷനിൽ കൂട്ടുപിടിക്കുന്ന പറഞ്ഞത്. ശത്രുവിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനെയും കൂട്ടുപിടിക്കുമെന്ന് പ്രഖ്യാപിത മുദ്രാവാക്യമുള്ള പാർട്ടി എന്നാ പറഞ്ഞത്? ഞങ്ങളല്ലേ SDPIയെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ എതിർത്തുകൊണ്ടിരിക്കുന്നവർ? ഞങ്ങളല്ല വളരെ ഗൗരവമായി എതിർത്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിലെ ഏത് പുതിയതായിട്ട് എന്ത് പൊട്ടി മുളച്ചാലും അതിനെ ഏറ്റെടുത്ത് വളമിട്ട് കൊടുക്കുന്ന പണിയല്ലേ മാർക്സിസ്റ്റ് പാർട്ടി രാജ്യത്ത് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്? കേരളത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് ബദലാവാൻ സാധിക്കുമെന്നുള്ള നിലക്കല്ലേ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇന്നൊന്നല്ല എത്രയോ കാലം മുമ്പ് പ്രോഗ്രസീവ് മുസ്ലിം ലീഗ്, സമസ്ത ലീഗ് എന്നൊക്കെ പറഞ്ഞ് പല സാധനം വന്നിരുന്നു. ഇവരെ പൂർവികന്മാർ പോലും ആ പണിയാണ് എടുത്തു വന്നത്. മാർക്സിസ്റ്റ് പാർട്ടി അവരെപ്പോഴാ ഒരു മുസ്ലിം തീവ്ര സംഘടനയെ എതിർത്തത്? മുസ്ലിം ലീഗിനെ എതിർത്ത് മുസ്ലിം ലീഗിൽ തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ടാ മഅദനി വന്നത്. ആ മഅദനിയെ മഹാത്മാഗാന്ധിയോടാണ് ഉപമിച്ചത്. പിന്നെ വന്ന ഓരോരുത്തരും ഇതൊക്കെ ലേഖനങ്ങളായി എഴുതിയതിന്റെ കോപ്പിയുണ്ട് ഞങ്ങളെ കയ്യില്, വെറുതെ പറയുന്നതല്ല. അതിന് താങ്കൾ അവസരം നൽകാൻ ഞങ്ങളെ കൊണ്ടുതരാം. ഞങ്ങൾ എന്താ പറഞ്ഞത്?
ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും തീവ്രവാദികളുമായി ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പ്രഖ്യാപിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. എന്നിട്ട് ഇത്തരം പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടി വോട്ട് വേണ്ട എന്ന് പറഞ്ഞെന്നോ? ചരിത്രത്തിൽ ഉണ്ടാവും അങ്ങനെ? ഞാൻ തിരിച്ചു വരാം. വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ മാർക്സിസ്റ്റ് പാർട്ടി? ഞാൻ തിരിച്ചു വരാം ശ്രീ മായിൻ ഹാജി താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക് കൂടെ പോയതിനു ശേഷം ഞാൻ താങ്കളിലേക്ക് തന്നെ വരാം. തനിച്ച അസംബന്ധമല്ലത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ജയശങ്കർ, മുസ്ലിം വോട്ടുകളുടെ ഏകീകരണമാണല്ലോ എല്ലാവരും ലക്ഷ്യമിടുന്നത്. ഞാൻ വരാം ശ്രീ മായിൻ ഹാജി, താങ്കളിലേക്ക് തന്നെ വരാം. ഒരൊറ്റ തവണ ഞാൻ ജയശങ്കറിലേക്ക് പോയി വന്നതിന് ശേഷം അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇടതുപക്ഷ ക്യാമ്പിൽ നിന്നുണ്ടാകാവുന്ന പ്രധാനമായും മുന്നോട്ട് വെക്കപ്പെടുന്ന പോയിന്റ് എന്ന കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടാകേണ്ടതില്ലല്ലോ. ഈ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം എന്നത് ദോഷകരമായ തോതിൽ സംഭവിച്ചിട്ടുണ്ട് മലപ്പുറത്ത് എന്ന് കാണേണ്ടതുണ്ടോ? ഈ പറയുന്ന SDPIയും വെൽഫെയർ പാർട്ടിയും മനസാക്ഷി വോട്ട് ചെയ്യുക എന്നതാണ് ആളുകളോട് പറഞ്ഞത്. വെൽഫെയർ പാർട്ടി ഇടതുപക്ഷത്തിനും ചിലപ്പോഴൊക്കെ വോട്ട് ചെയ്തിട്ടുള്ള കക്ഷി കൂടെയാണ്. ആ അർത്ഥത്തിൽ മുസ്ലിം വോട്ടുകളുടെ ദോഷകരമായ ഏകീകരണം എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഗതി മലപ്പുറത്ത് നടന്നിട്ടുണ്ടാകുമോ? അല്ല, ഇവിടെ മായൻ ഹാജി പറഞ്ഞാൽ ഒരുപാട് സത്യങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞ മുഴുവൻ സത്യമല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന്, ഒരു മിതവാദ സമീപനം പുലർത്തുന്ന ഒരു സാമുദായിക പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതൊരു വർഗീയ പാർട്ടി എന്ന് എനിക്ക് അഭിപ്രായമില്ല. ആ പാർട്ടി പലപ്പോഴും വളരെ പക്വമായ അല്ലെങ്കിൽ സംയമനത്തോടു കൂടിയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാബറി മസ്ജിദ് തകർന്നപ്പോഴൊക്കെ അവർക്ക് വേണമെങ്കിൽ തീവ്രവാദപരമായ ഒരു ലൈനിലേക്ക് പോകാമായിരുന്നു. അത് പോയില്ല. അതിന് പകരമായിട്ട് ഭരണഘടനാപരമായ രീതിയിൽ മിതവാദ സമീപനം പുലർത്തിയ ഒരു പാർട്ടിയാണ്. അത്രത്തോളം നമ്മൾ അവരെ അംഗീകരിക്കുകയും ചെയ്യണം, അഭിനന്ദിക്കുകയും ചെയ്യണം. PDP ISS വന്നപ്പോഴും PDP വന്നപ്പോഴും ഒക്കെ അതിനെ എതിർത്തവരാണ്, അതിനോട് അകലം പാലിച്ചവരാണ്, യാതൊരു സംശയമില്ല. അതിനൊക്കെ ഒരുപാട് പഴി അവർ കേട്ടു. അബ്ദുൽ നാസർ മദനിയുടെ പ്രസിദ്ധമായ ഒരു കാസറ്റ് തന്നെയുണ്ട്, മുസ്ലിം ലീഗ് മറുപടി പറയണം എന്നുള്ളത്. അതൊക്കെ പല കാര്യങ്ങളും ഉണ്ടായിട്ട് സംഗതി ശരിയാണ്. പക്ഷേ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഈ സംഘടന വന്നപ്പോൾ NDF പിന്നെ പോപ്പുലർ ഫ്രണ്ടായി SDPI എന്ന പാർട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള സമയത്തൊക്കെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം, എല്ലാവരുമല്ല, ഇതിനോട് വളരെ മൃദു സമീപനം പുലർത്തിയിരുന്നു. അതേ സമയത്ത് തന്നെ മുസ്ലിം ലീഗിലെ ചില നേതാക്കന്മാർ, പ്രത്യേകിച്ച് ഡോക്ടർ MK മുനീർ, അതുപോലെ KM ഷാജി, ഇവരൊക്കെ വളരെ തീവ്രമായിട്ട് കഠിനമായിട്ട് ഈ പോപ്പുലർ ഫ്രണ്ടിനെ, NDFനെ, SDPIക്ക് എതിർത്തു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ MK മുനീറിനെ തോൽപ്പിക്കാൻ വേണ്ടി ഏറ്റവും അശ്രാദ്ധ പരിശ്രമം നടത്തിയത് പോപ്പുലർ ഫ്രണ്ടുകാരാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്, അങ്ങനെയുള്ള ആളുകളാണ്. അതുപോലെ KM ഷാജിക്കെതിരായിട്ട് വലിയ പ്രചരണം അവർ അയച്ചുവിട്ടു. 2 തവണയും ഷാജിയെ തോൽപ്പിക്കുക എന്നുള്ള അവരുടെ ഏറ്റവും വലിയ അജണ്ടയായിരുന്നു. പക്ഷേ അത് വിജയിച്ചില്ല. അപ്പോൾ ഇങ്ങനെ എതിർക്കുന്നവരുണ്ട്, അതേസമയത്ത് മൃദു സമീപനം പുലർത്തുന്ന ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് കുഞ്ഞാലിക്കുട്ടി. ഞാൻ വേറൊരു കാര്യം പറയാം. 2006 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിഷ്വൽസ് നിങ്ങളുടെ ചാനലിൽ ഒരുപക്ഷെ കണ്ടേക്കില്ല, ഏഷ്യാനെറ്റിലും ഇന്ത്യ വിഷനിലും ഒക്കെ ഉണ്ട്. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഈ അഹമ്മദ് ജയിച്ചു എന്ന വാർത്ത വരുമ്പോൾ അവിടെ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയുടെ ഒപ്പം തന്നെ പാറുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ 3 നിറമുള്ള കൊടിയാണ്. ചുവപ്പ്, വെള്ള, പച്ചയുള്ള നമ്മുടെ നാഷണൽ ഫ്ലാഗ് അല്ല, അവരുടെ കൊടിയുണ്ടല്ലോ, ആ കൊടിയാണ്. അവരും ഇതിനൊപ്പം തന്നെ മുദ്രാവാക്യം വിളിച്ച് ആ വിജയം ആഘോഷിക്കുകയാണ്. അന്ന് PDPയും അബ്ദുൽ നാസർ മദനിയും ഒക്കെ ഇടതുപക്ഷത്തിന് സപ്പോർട്ടായി നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ അഹമ്മദ് ആദ്യം മലപ്പുറത്ത് നിന്ന് ജയിച്ച തെരഞ്ഞെടുപ്പ്. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ ഒരു ലൈസൺ ആദ്യം മുതലേ ഉണ്ട്. പോപ്പുലർ ഫ്രണ്ടുകാരുടെ മനസാക്ഷി തീർച്ചയായിട്ടും കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായിട്ടേ പോവുകയുള്ളൂ. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്ര തന്നെ ഉറപ്പില്ല. അവർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന സൂചനയാണ് എനിക്ക് തോന്നിയത് അവരുടെ പ്രസ്താവന വായിച്ചിട്ട്. അവരുടെ വോട്ട് അത്രയും നിർണായകമല്ല മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ കുഞ്ഞാലിക്കുട്ടിക്ക് ജയിക്കാനായിട്ട് SDPIയുടെ വോട്ട് വേണ്ട. അതില്ലാതെ തന്നെ അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് പാട്ടുപാടി ജയിക്കാവുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ട്. പിന്നെ ഇതുപോലെയുള്ള പാർട്ടികളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള ഇവരുടെ വോട്ടല്ല, ഇവരുണ്ടാക്കുന്ന ഒരു വികാരമുണ്ടല്ലോ, ഈ പാർട്ടികൾ ഉണ്ടാക്കുന്ന ഒരു വികാരം, അത് ഏത് രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണി കഴിഞ്ഞതിന് ശേഷം പറയാൻ കഴിയുള്ളൂ. ഇങ്ങനെയുള്ള പാർട്ടികൾ അവരുടെ പ്രവർത്തകരുടെ വോട്ടല്ല, അവരുണ്ടാക്കാവുന്ന ഒരു അന്തരീക്ഷം, മനഃശാസ്ത്രപരമായ ഒരു അന്തരീക്ഷം വളരെ പ്രധാനമാണ്. അത് വലിയ തോതിൽ സാമുദായികമായ ഒരു ധ്രുവീകരണം ഉണ്ടാക്കുകയാണെങ്കിൽ BJP അടക്കമുള്ള ആളുകൾക്ക് അതിന് ഒരു എതിർവികാരം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും. അങ്ങനെ പലതരത്തിൽ നമ്മുടെ ഒട്ടും അഭിലഷണീയമല്ലാത്ത പല പ്രവണതകളിലേക്കും ഇത് ഒരുപക്ഷെ നീണ്ടുപോയേക്കാം. ശ്രീ JR പത്മകുമാർ, മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം എന്നതാണല്ലോ മുന്നോട്ട് വെക്കപ്പെടുന്ന ഒരു പോയിന്റ്. മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു സംഗതിയായിരിക്കുമല്ലോ. മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായാൽ നിങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞ് അവിടെ സ്ഥാപിക്കാൻ എളുപ്പമാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നതൊന്നുമല്ല, 64,000 സംതിങ് വോട്ടുകൾ ആണല്ലോ അവിടെ ഉള്ളത്. അതിൽ കൂടുതൽ ഉണ്ടാക്കാനൊക്കെ ഒരുപക്ഷെ പറ്റിയേക്കാം. പൊതുവിൽ മലപ്പുറത്തെ ഈ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം എന്ന് തെരഞ്ഞെടുപ്പാനന്തരം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തെ ഊന്നി
മലപ്പുറത്തിന് പുറത്തുള്ള സംസ്ഥാനത്താകെ തന്നെയും നിങ്ങളുടെ രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കാവുന്ന സന്തോഷകരമായ ഒരവസ്ഥ ആ മലപ്പുറം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ടോ? എന്ന് വെച്ചാൽ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം എന്ന് നിഷേധാർത്ഥത്തിൽ പറയാവുന്ന ഒരു സംഗതി അവിടെ ഉണ്ടായിട്ടുണ്ടോ? സനീഷിന്റെ ആ ചോദ്യം തന്നെ ഒരു ശരിയായ രീതിയിലല്ല ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നിങ്ങളുടെ രാഷ്ട്രീയം പറയുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹിന്ദു ഏകീകരണം അല്ല പറയുന്നത്. ഞങ്ങൾ ഈ രാജ്യത്തെ വികസന അജണ്ടയാണ് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഹിന്ദു ഏകീകരണം എന്നുള്ള അജണ്ട അല്ല ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് ആദ്യമേ അതിനോടുള്ള എന്റെ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ മുസ്ലിം ഏകീകരണം എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗും ചില പാർട്ടികളും ആ രീതിയിലൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. എന്ത് അപകടകരമായ ഒരു അവസ്ഥയാണ് ഇന്ത്യയിൽ അത്തരത്തിൽ മുസ്ലിം ഏകീകരണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും കുറെ പോക്കറ്റുകളിൽ അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ, നേരെ മറിച്ചൊരു ഹിന്ദു ഏകീകരണം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ 90 കോടിയിൽ കൂടുതൽ ജനസംഖ്യയുള്ള ഹിന്ദു സമൂഹത്തിൽ അങ്ങനെ ഒരു ഏകീകരണം ഉണ്ടായാൽ ഈ പറയുന്ന ഇവർക്ക് ആർക്കെങ്കിലും അധികാരത്തിന്റെ 7 അയലത്തെത്താൻ കഴിയുമോ? അധികാരത്തിന്റെ ജനാധിപത്യത്തിൽ എന്തെങ്കിലും അവർക്ക് ഒരു അഭിപ്രായം പറയാൻ കഴിയുമോ? അപ്പൊ അതൊരു അപകടകരമായ ഒരു രീതിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസന രാഷ്ട്രീയമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഞങ്ങൾ നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ 3 വർഷക്കാലം നടപ്പിൽ വരുത്തിയിട്ടുള്ള ഏകദേശം 270ഓളം പദ്ധതികൾ, അതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല. ഈ രാജ്യത്തെ ദരിദ്ര നാരായണന്മാരെ കൈപിടിച്ച് പൊതുധാരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഞങ്ങൾ പ്രചരണം നടത്തിയിട്ടുള്ളത്. ഏറെക്കുറെ ആ മലപ്പുറത്തെ മതപരമായി മാത്രം ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ആ സമൂഹത്തിന്റെ ഇടയിൽ അവരെ അതിൽ നിന്നും വേർതിരിപ്പിച്ച് വികസന അജണ്ടയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു പരിധിവരെ അത് വിജയിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇവിടെ നടന്ന മലപ്പുറത്തെ വളരെ അപകടകരമായ പ്രചരണം മുസ്ലിം ലീഗ് നടത്തിയിട്ടുണ്ട്, CPM നടത്തിയിട്ടുണ്ട്. CPM ഈ ന്യൂനപക്ഷ വോട്ടിന്റെ ഒരു ചാമ്പ്യന്മാരാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതിനുവേണ്ടി തന്നെ ഒരു വർഗീയമായ ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനത്തെയും പ്രതിക്കൂട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം അവിടെ നടത്തിയിട്ടുണ്ട്. അതിലും അവര് പരാജയപ്പെടുന്നു. ഏറ്റവും നിർഭാഗ്യകരമായ ഒരവസ്ഥ, മതേതരത്വം പറയേണ്ട, മതേതര ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വർക്ക് ചെയ്യേണ്ട മാർക്സിസ്റ്റ് പാർട്ടി കേവലം ഒരു രാജ്യസഭാ സീറ്റിന് വേണ്ടിയിട്ട് ഈ ലീഗുമായി അല്ലെങ്കിൽ കോൺഗ്രസുമായി ഒരു സൗഹൃദ മത്സരത്തിനാണ്, UDFുമായി ഒരു സൗഹൃദ മത്സരമാണ് അവിടെ കാഴ്ചവെച്ചത് എന്നുള്ളതാണ് ഈ ഫലം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ തിരിച്ചു വരാം. സൗഹൃദ മത്സരമാണോ എന്ന കാര്യത്തിലേക്കൊന്നും പോകേണ്ടതില്ല. ശ്രീ എ വിജയരാഘവൻ മതപരമായി മാത്രം ചിന്തിച്ചു വോട്ട് ചെയ്തിരുന്ന ആ നാട്ടുകാർ എന്നാണ് അല്പം മുമ്പ് ശ്രീ JR പത്മകുമാർ പറഞ്ഞത്. ഒരുപക്ഷെ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം എന്ന പോയിന്റ് മുന്നോട്ട് വെക്കുമ്പോൾ അത് തന്നെയാണ് അദ്ദേഹം ആ പറഞ്ഞ രാഷ്ട്രീയം തന്നെയാണ് താങ്കളുടെ ഭാഗത്തു നിന്നും കൂട്ടിച്ചേർക്കപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാവുന്നതാണ്. ഇത് നോക്കൂ, ഈ പറയുന്ന തരത്തിൽ രാഷ്ട്രീയമായിട്ട് തന്നെ വോട്ട് ചെയ്യാവുന്ന സാഹചര്യം ആ നാട്ടുകാർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്നത് വലിയ തോതിൽ ന്യൂനപക്ഷ സമുദായത്തിലെ വലിയൊരു വിഭാഗം, മുസ്ലിം ലീഗും ഇടതുപക്ഷ പാർട്ടികളും ഒക്കെ പറയുന്നത് പോലെ ആശങ്കയോടെ കാണുന്നൊരു സർക്കാരാണ്. രാഷ്ട്രീയമായിട്ട് അക്കാര്യത്തിൽ വോട്ട് ചെയ്യാവുന്നതാണ്. സംസ്ഥാന സർക്കാരും ചെയ്യുന്ന ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായതാണ്. രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ അവിടെയുമുണ്ട്. ഈ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളെ മുൻകൈയെടുത്ത് വോട്ട് ചെയ്താണ് ആളുകൾ ബൂത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം, എന്ന് സമ്മതിക്കുന്നതിന് പകരം, ഈ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണത്തിന് SDPI, വെൽഫെയർ പാർട്ടി തുടങ്ങിയ പാർട്ടികളെ മുന്നോട്ട് വെച്ച് ഈ മുസ്ലിം ലീഗ് ശ്രമിച്ചു എന്ന ആക്ഷേപം മുന്നോട്ട് വെക്കുമ്പോൾ അത് ആ ആക്ഷേപത്തിലൂടെയാണ് ദോഷകരമായ രാഷ്ട്രീയത്തിന്റെ സ്ഥാപനം ഉണ്ടാകുന്നത് എന്നുകൂടെ കാണുന്ന ആളുകൾ ഉണ്ടാവുകയില്ലേ? വലിയ ഭൂരിപക്ഷം, കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം PK കുഞ്ഞാലിക്കുട്ടി നേടിയത് ഇന്ന് ദോഷകരമായിട്ടുള്ള വസ്തുത കൊണ്ടാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് പൊതുവിൽ ദോഷകരമായ അവസ്ഥ ഉണ്ടാക്കുകയില്ലേ ശ്രീ വിജയരാഘവൻ? അതെങ്ങനെയാണ് ഇതിന് സംഭവിച്ചത്? എന്താ, ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദ ഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ന്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷ ഹിന്ദു വിഭാഗത്തെ വർഗീയമായിട്ട് അണിനിരത്താൻ വേണ്ടി BJP ശ്രമിക്കുന്നു. അതിനെതിരായിട്ട് മതനിരപേക്ഷമായ പൊതുബോധം ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ് ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ. അതാണ് ശരി. ഒരു മത തീവ്രവാദത്തിനെതിരായി മറ്റൊരു മത തീവ്രവാദമല്ല, മതപരമായ ഏകീകരണമല്ല എന്ന വസ്തുതയാണ്. ആ വസ്തുത വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇടതുപക്ഷം നടത്തിയൊരു പരിശ്രമം, ഈ ലീഗ് ഇതിന്റെ ഒരു ബദല് ഹിന്ദു തീവ്രവാദത്തിന് ബദലായി
മുസ്ലിം ഏകീകരണം എന്ന നിലയ്ക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനെതിരായി ജനങ്ങൾ അണിനിരത്താനല്ലേ ഇടതുപക്ഷം കഴിഞ്ഞ 1.5 മാസമായിട്ട് മലപ്പുറത്ത് പരിശ്രമിച്ചത്. നല്ല നിലയിലാണ് ഞങ്ങൾ ആ പരിശ്രമം നടത്തിയത്. അതിന്റെ നല്ല സദ്ബലങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തുണ്ടായത്. കൃത്യമായ രാഷ്ട്രീയം മലപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് മലപ്പുറത്ത് വന്നുപോയ എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ സൗഹൃദ മത്സരം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയാണ് മത്സരം നടന്നതെന്നും മലപ്പുറത്ത് വന്നവർക്കറിയാം. നല്ല ചെറുപ്പക്കാരനായ SFI DYFI നേതാവ് സ്ഥാനാർത്ഥിയായി നല്ല മികച്ച ഒരു തെരഞ്ഞെടുപ്പ് മത്സരമാണ് മലപ്പുറത്ത് നടന്നിരിക്കുന്നത്. വിദ്യാർത്ഥി നമ്മൾ ഒരു 4 ദിവസം കഴിഞ്ഞാൽ നമുക്ക് കാണാലോ എങ്ങനെയാ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും മതനിരപേക്ഷതയ്ക്കൊപ്പം കൂടുതൽ ആളുകൾ അണിനിരക്കുന്നതായിരിക്കും മലപ്പുറം തെരഞ്ഞെടുപ്പ് ഫലം എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം ശ്രീ വിജയരാഘവൻ. ശ്രീ മായിൻ ഹാജി, വോട്ടുകളുടെ ധ്രുവീകരണം, കേന്ദ്രീകരണമൊക്കെ എങ്ങനെ നടന്നു എന്നതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലാണല്ലോ കൂടുതലായിട്ട് അറിയുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് വന്ന പ്രതിപക്ഷത്തു നിന്നും മറ്റും വന്ന ആരോപണങ്ങൾ, ഈ ജിഷ്ണു പ്രണോയ് യുടെ കേസുമായി ബന്ധപ്പെട്ട സമരങ്ങൾ, അതൊന്ന്. രണ്ടാമത് ഈ ഒടുവിലത്തെ ദിവസം വന്ന രമൺ ശ്രീവാസ്തവയുടെ നിയമനം സംബന്ധിച്ചുള്ള വിഷയം, അത് സിറാജുനിസയുടെ കൊലപാതകം, അതുമായി ബന്ധപ്പെട്ടുള്ള മുസ്ലിം ശവശരീരങ്ങൾ വേണം എനിക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന ആരോപണം, ഇതൊക്കെ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിന് തൊട്ടു മുമ്പാണല്ലോ ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ മലപ്പുറത്തെ വോട്ടർമാരെ സ്വാധീനിച്ചിരിക്കാനിടയുണ്ടോ? സനീഷേ, ഇവിടെ നടന്ന ചർച്ച ഈ മുസ്ലിം ഏകീകരണം എന്ന ഒരു ചർച്ച നിങ്ങൾക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ അറിഞ്ഞാൽ ഞാൻ വരില്ലായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച, ഒരു വാക്ക് പോലും പറയാൻ ഇഷ്ടപ്പെടാത്ത പാർട്ടിയാണ്. മുസ്ലിം ഏകീകരണത്തിൽ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല. ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തില് മലപ്പുറം ജില്ലയിൽ മുസ്ലിമീങ്ങൾ മാത്രം തിങ്ങി താമസിക്കുന്ന ഒരു നിയോജകമണ്ഡലമല്ല മലപ്പുറം പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസി. അവിടെ ബഹുസ്വരതയുടെ യഥാർത്ഥ പ്രതീകമാണ്. അവിടെ ചെന്നിട്ട് മുസ്ലിം ഏകീകരണം പറഞ്ഞാൽ നമ്മളെ ഹൈന്ദവ സഹോദരന്മാര് ഞങ്ങൾക്ക് വോട്ട് ചെയ്യോ, ഞങ്ങൾ അങ്ങനെ വിഡിത്തം പറയോ? നിങ്ങൾ എന്തിനങ്ങനെ ഒരു അനാവശ്യ ചർച്ച ഉണ്ടാക്കിയത്? മുസ്ലിം ഏകീകരണം എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യമല്ലല്ലോ. ഞങ്ങളുടെ അനാവശ്യ ചർച്ചയല്ല, മലപ്പുറം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഞങ്ങൾ നടത്തിയത്. അവിടെ ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ശ്രീ വിജയരാഘവൻ, മുതിർന്ന CPM നേതാവ്, വന്ന് നിങ്ങൾ ഈ 2 പാർട്ടികൾ മത്സരിക്കാത്തതിന് പിന്നിൽ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം എന്ന ദുഷ്ടലാക്ക് നിങ്ങൾക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ്. അല്ലാതെ ഞങ്ങൾ മുസ്ലിം ഏകീകരണം എന്ത് ഉദ്ദേശിച്ചിട്ടുമില്ല. മലപ്പുറത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആക്ഷേപവുമില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പക്ഷെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതുകൂടെ അങ്ങനെ ഒരു കാര്യം മുന്നിലേക്ക് വന്നാൽ അത് ചർച്ച ചെയ്യാതെ പോവുക, അതിനെ എടുത്ത് അടിയിലേക്കിട്ട് പോവുക എന്നത് ശരിയല്ലാത്തതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഞങ്ങളുടെ ചർച്ച അതിലൂന്നിയല്ല. ഞാൻ ഇപ്പോൾ ചോദിച്ച ചോദ്യവും അതിലൂന്നിയല്ല. അത് ശരിയാണ്. അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ അല്ല, അത് ശരിയാണ്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഒരു പാർട്ടിയുടെ നേതാവ് ആ ലൈനിലേക്ക് ഇത് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. അതിന്റെ മറുപടിക്കുള്ള അവസരം കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. അതാണ് അതിലൊരു കാര്യമുണ്ട് ശ്രീ മായിൻ ഹാജി. അതൊരു ആക്ഷേപം വന്ന് തിരിച്ചുവിടുക, ചർച്ചയെ അങ്ങനെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അതിനെ തിരിച്ചുപിടിക്കുക എന്നത് എന്റെ ചുമതലയാണതുകൊണ്ട് അത് മനസ്സിലാക്കാത്തത് കൊണ്ടല്ല, മറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം മുന്നോട്ട് വരുമ്പോൾ, ഒരു കാര്യം അദ്ദേഹം ചർച്ചയുടെ ഭാഗമായിട്ട് ഉന്നയിക്കുമ്പോൾ അത് ചർച്ച ചെയ്യാതിരിക്കേണ്ട കാര്യവുമില്ല. നിങ്ങൾ ഇനിയിപ്പോൾ അവരല്ല, നിങ്ങളാണ് തെരഞ്ഞെടുപ്പിനകത്ത് മുസ്ലിം ലീഗാണ് ഈ ഒരു മുസ്ലിം വോട്ടുകളുടെ ഏകീകരണത്തിന് വേണ്ടി ശ്രമിച്ചതെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല എന്ന നിലപാടും ഞങ്ങൾക്കില്ല. അദ്ദേഹം ആ ഉന്നയിക്കുന്ന ഇതാണോ തെറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഉന്നയിക്കുന്നതിന് കാരണമായ കുഴപ്പം നിങ്ങൾ ചെയ്തോ എന്നത് ചർച്ചയാണ് ചെയ്യപ്പെടേണ്ടത്, അല്ലേ? എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല താങ്കള്. അല്ല, അതിന് കാരണമായത് താങ്കൾ തന്നെയാണ്. ഞങ്ങൾക്കെതിരെ അങ്ങനെ ആക്ഷേപം ഉന്നയിച്ചു പോകുന്നത് മറുപടി സമ്മതിക്കുന്നില്ല. ശ്രീ മായിൻ ഹാജി, ഞങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചു പോകുമ്പോൾ ഞാൻ മറുപടി പറയുന്നത് എങ്ങനെ ഉണ്ടാകും? ഞാൻ ഇരിക്കേണ്ട ആവശ്യമില്ല. പറയാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ പറയരുത്. നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്കെതിരെ ഒരു ആക്ഷേപം ഉന്നയിച്ചു, ഞങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കേസ് പറഞ്ഞ ശേഷം ഞാൻ പറയേണ്ടതില്ല എങ്ങനെയാണ് ശരിയാവുക ശ്രീ മായിൻ ഹാജി? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യമില്ല, താങ്കൾ എഴുന്നേൽക്കരുത്. സമ്മതിച്ചു, നിങ്ങളുടെ വാദം സമ്മതിച്ചു. നേരത്തെ എങ്ങനെയാണ് ഈ ചർച്ച കയറി വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ വൈകി വന്നതാ. നിങ്ങളുടെ ഇവിടുത്തെ ടെക്നിക്കൽ എറർ കാരണം ഞാൻ വൈകിട്ട് ആ ചർച്ച കേട്ടിട്ടില്ല. അങ്ങനെ പറയരുത് ശ്രീ മായിൻ ഹാജി, നമ്മൾ നേരത്തെ ചർച്ചയ്ക്കിരുന്നതാണ്. അത് ശരിയാണ്. താങ്കളെ ഈ രൂപത്തിലുള്ള ചർച്ചയ്ക്ക് ഞാനില്ല, ഇതിന് ഞാനില്ല. ശ്രീ മായിൻ ഹാജി, പോകരുത്. ഞാൻ പറയുന്നത് കേൾക്കൂ.
പ്രസംഗിച്ചുകൊണ്ടിരുന്നാല് ഞാൻ പറയുന്നത് കേൾക്കൂ. അതിന് ഞാനില്ല. പോകണമെങ്കിൽ മാന്യമായ പെരുമാറ്റം വേണം, അത് ഉറപ്പ് വേണം. ഞാൻ പറഞ്ഞല്ലോ സനീഷ്, താങ്കൾ ശരിയാണ്, ഞാൻ ആ ഭാഗം കേൾക്കാത്തതുകൊണ്ടാ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് താങ്കൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, അതെന്ത് ന്യായം? താങ്കൾ ക്ഷമിക്കൂ. താങ്കൾ എന്ത് അവരെ വക്കാലത്തെടുത്തോ? താങ്കളൊന്ന് ക്ഷമിക്കൂ. അവരുമായിട്ടും താങ്കളൊന്ന് ക്ഷമിക്കൂ. ഞാൻ പറയുന്നത് സമചിത്തതയോടെ കേൾക്കൂ. എന്നിട്ട് എന്നെ പറയാൻ സമ്മതിക്കോ? താങ്കളൊന്ന് തണുത്ത് ഞാൻ പറയുന്നത് കേൾക്കൂ. എങ്കിൽ പിന്നെ താങ്കൾ പറയൂ, അതാണ് ചെയ്യേണ്ടത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും വക്കാലത്തെടുത്ത് താങ്കൾ പറയുകയാണെങ്കിൽ താങ്കളുമായി ചർച്ചയ്ക്ക് ഞാനില്ല. താങ്കൾ കേൾക്കാത്തത് കൊണ്ടാണ് ഈ പറയുന്നത് എങ്കിൽ അങ്ങനെ. ശ്രീ മായിനാജി, ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം ഉന്നയിക്കപ്പെട്ടു, അങ്ങനെ ഒരു വിഷയം മുന്നോട്ട് വന്നു, താങ്കളോട് അത് സംബന്ധിച്ച് ചോദ്യം ചോദിക്കാൻ ഉദ്ദേശം. അതുകൊണ്ട് ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താണ് ശ്രീ മായിൻഹാജി ഇത്രമാത്രം പ്രകോപിതനാകാൻ എന്താണ് ഉണ്ടായത്? ചർച്ച മുഴുവൻ കാണുന്ന ആളുകൾക്കും താങ്കൾ പറയൂ ആ വിഷയം പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. എന്നെ സംസാരിക്കാൻ സമ്മതിക്കണം. സംസാരിക്കൂ. നിങ്ങൾ ഇല്ല ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. സംസാരിക്കൂ. നിർത്തി എന്നെ സംസാരിക്കും. അതിന്റെ ഇടയിൽ താങ്കൾ സംസാരിക്കരുത്. ഇല്ല, അത് ഗ്യാരണ്ടി തരണം, എങ്കിലേ ഞാനുള്ളൂ. ഇല്ല, താങ്കൾ സംസാരിക്കുക. എനിക്ക് പറയാനുള്ള അവസരം കിട്ടണം. അതുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. ശ്രീ മായിൻഹാജി, ഞാൻ സംസാരിക്കില്ല, താങ്കൾ പറയൂ. അല്ല, താങ്കൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടെ മുസ്ലിം ഏകീകരണം എന്ന ഒരു ചർച്ച ഇട്ടത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ് എങ്കിൽ, ബഹുമാനപ്പെട്ട വിജയരാഘവനാണെങ്കിൽ, വളരെ മോശമായി അവരുടെ ലക്ഷ്യം ഈ കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം തകർക്കൽ തന്നെയാണ് എന്ന് അടിവരയിടുകയാണ് അദ്ദേഹം ചെയ്തത്. കാരണം ഈ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുണ്ടായ പഞ്ചായത്ത് പ്രാദേശിക തെരഞ്ഞെടുപ്പിലും ഒക്കെ അവരുപയോഗിച്ച പ്രധാനമായും ബീഫ്, ബാബരി മസ്ജിദ്, BJP ഇത്തരം സംഗതികൾ. കോൺഗ്രസ് അവരോട് മൃദുല സമീപനം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ ഇടയിൽ ക്യാമ്പയിനാ നടത്തിയത്. ഇത്തവണ ആ തരത്തിലുള്ള വർഗീയ ക്യാമ്പയിൻ നടത്തി മുസ്ലിമീങ്ങളിൽ അവർക്കൊരു സ്വാധീനം ഉണ്ടാക്കാനുള്ള ശ്രമം മാത്രമേ അവിടെ നടത്തിയിട്ടുള്ളൂ. രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞില്ല. ഞങ്ങൾ അതല്ല പറഞ്ഞത്. ഞങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലെ അപകടകരമായ പ്രവണതകൾ, രാജ്യം ഇന്ന് എത്തിപ്പെട്ട ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധി, ഫാസിസ്റ്റ് ആധിപത്യം, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റുകൾ ജനങ്ങളോട് നൽകിയ വാഗ്ദാന ലംഘനം, അതൊക്കെ തെളിവ് സഹിതം ഞങ്ങൾ ഇറക്കിയായിരുന്നു. ഇവിടെ ധ്രുവീകരണത്തിന് മുസ്ലിമീങ്ങളെ പ്രത്യേക വികാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി ഇതുവരെ അവരുടെ പ്രസംഗം അതായിരുന്നു. ഇന്നലെ ഇറക്കിയ ദേശാഭിമാനി സപ്ലിമെന്റ് എടുത്ത് നോക്കിയാൽ മതി. മുസ്ലിം ലീഗ് ഒരിക്കലും അങ്ങനെ ഒരു മുസ്ലിം കേന്ദ്രീകരണത്തിനോ ധ്രുവീകരണത്തിനോ ഞങ്ങൾ ഒരിക്കലും ശ്രമിക്കുകയില്ല. ഞങ്ങൾ ജനാധിപത്യമാണ് ഞങ്ങളെ നയം, മതേതരത്വമാണ് ഞങ്ങളുടെ നയം. രാജ്യത്തിന്റെ ഭരണഘടന നിലനിർത്തി അതിനോട് യോജിച്ച് മാത്രം അത് അംഗീകരിച്ച് ജീവിച്ചു പോകുന്ന ഒരു തലമുറ മാത്രം അത് ഞങ്ങളെ കൂടെ. എല്ലാത്ത ഒരു തരത്തിലുള്ള കമ്മ്യൂണൽ വർഗീയവാദികളും ഞങ്ങളെ കൂടെ വേണ്ട എന്ന ഉറച്ച അഭിപ്രായക്കാരാ ഞങ്ങൾ. ബഹുമാനപ്പെട്ട ജയശങ്കർ പറഞ്ഞല്ലോ, ഞങ്ങൾ അതിലാണുള്ളത്. വെൽഫെയർ പാർട്ടി ഒരു കാലത്തും മുസ്ലിം ലീഗിനെ സഹായിച്ചിട്ടില്ല. വെൽഫെയർ പാർട്ടിയെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷിയായി കൂട്ടിയത് മാർക്സിസ്റ്റ് പാർട്ടിയാ. SDPIയെ ഒരു കാലത്ത് ഞങ്ങൾ സഖ്യകക്ഷിയാക്കിയിട്ടില്ല. അവരെ കൂട്ടിയിട്ട് പഞ്ചായത്തുകൾ ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാ, ഞങ്ങളല്ല. ശ്രീ വിജയരാഘവൻ അദ്ദേഹത്തെ അത്രമേൽ വൈകാരികമായിട്ട് പ്രകോപിതനാക്കുന്ന തരത്തിലുള്ള ആരോപണമായി പോയി. അത് സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ അവർക്കാണ് വിജയമുണ്ടാകുന്നതെങ്കിൽ, വലിയ വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത്രക്ക് മോശവും ആ നേതാക്കളെ വൈകാരികമായിട്ട് പ്രകോപിതരാക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ആരോപണമായി മാറുമായിരുന്നു അത്. ഒരു പ്രശ്നമില്ല. കാരണം അവർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാം, അതിൽ യാതൊരു സംശയമില്ല. ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം മുതലേ നടത്തിയ ഒരു പരിശ്രമം, UDF നടത്തിയ പരിശ്രമം, UDF എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ വർഗീയമായിട്ടുണ്ടാക്കിയ എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല. എല്ലാ ജാതി സംഘടനകളും. മായനാജി, താങ്കൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറി, താങ്കൾ സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പോലും താങ്കൾക്ക് പറ്റിയില്ല. ഒരു നിമിഷം ഇരിക്കും, അദ്ദേഹം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. താങ്കളുടെ വികാരം ഞങ്ങൾ എല്ലാവരും കാണുന്ന ആളുകൾ മനസ്സിലാക്കട്ടെ. ശ്രീ വിജയരാഘവൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. ശ്രീ വിജയരാഘവൻ. അല്ല, ഞാൻ പറയണത് എന്താ വെച്ചാല്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് UDF, ലീഗ് ഒക്കെ SDPIയോട്ട് കൂട്ടുകെട്ടുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന ചോദ്യം ഇവിടെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ വലിയ വികാരത്തിലാണ്.
ഇവർ നടത്താൻ ശ്രമിച്ച ആ ഏകീകരണം ഇവിടെ വിജയിച്ചിട്ടില്ല. ജനങ്ങൾ അതിന്റെ ഒപ്പം നിന്നിട്ടില്ല. ഇവര് തുടക്കം മുതലേ ശ്രമിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു. ഈ എന്താ UDFന്റെ ചരിത്രം? UDF എപ്പോഴാ വർഗീയമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാൻ വിട്ടത്? UDF എന്ന് പറഞ്ഞാൽ തന്നെ വർഗീയ ജാതീയമായ ഒരു കൂട്ടുകെട്ടല്ലേ? ലോകത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? ഇപ്പൊ BJP ഒരു വർഗീയ തീവ്ര ഹിന്ദുത്വമാണെങ്കിൽ അതിനൊരു മറുഭാഗത്ത് മുസ്ലിം ഐക്യമുണ്ടാക്കുക എന്ന ഒരു പ്രവർത്തന രീതി കൂടി വെച്ച് തങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം UDFന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ആരാണ് ചെയ്യാത്തത്? PDPയുമായി ബന്ധമുണ്ടാക്കിയിട്ടില്ലേ CPM ഇടത് പാർട്ടികൾ? അതൊക്കെ ഒരു കുറ്റമായിട്ട് ഭയങ്കര ദോഷകരമായിട്ട് അവരെ പിന്നീട് ബാധിക്കാവുന്ന, സമൂഹത്തെ തന്നെ വിഭജിക്കാവുന്ന തരത്തിലേക്ക് ആക്ഷേപമായി ഉന്നയിക്കുന്നത് ശരിയാണോ ഇടത് പാർട്ടികൾ? അല്ലല്ല, അതല്ല. അത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ RSS അധികാരത്തിലിരിക്കുന്ന ഒരു കാലത്ത് നമ്മള് തീവ്ര ഹിന്ദു വർഗീയതയ്ക്ക് ബദലായി മറ്റൊരു വർഗീയതയെ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അതാണ് പ്രധാനം. ആ പരിശ്രമമാണ് വേണ്ടത്. അതിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് വേണ്ടത്. ആ നിലപാട് സ്വീകരിച്ചില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് ഞങ്ങൾ വിമർശനപരമായി ചൂണ്ടിക്കാട്ടി. ഞങ്ങള് SDPയുടെ വോട്ട് വേണ്ടെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണനിലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അതറിയാത്ത ആളാണ് ഈ വികാരം പ്രകടിപ്പിക്കുന്ന മായനാജി. അദ്ദേഹം അത് അറിഞ്ഞിട്ടേ ഇല്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് അങ്ങനെ വികാരം കൊണ്ടിട്ട് കാര്യമില്ല. നമ്മൾ വസ്തുതകളിലേക്ക് സഞ്ചരിക്കാം. മതനിരപേക്ഷതയ്ക്ക് ഒപ്പം നിൽക്കുക എന്ന ഇടതുപക്ഷത്തിന്റെ പ്രചരണം തന്നെയാണ് മലപ്പുറത്ത് മുന്നോട്ട് പോയത്. ഈ രണ്ട് ധ്രുവീകരണ ശക്തികളെയും ജനങ്ങൾ തള്ളിക്കളയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് മലപ്പുറത്ത് മുന്നോട്ട് പോയത്. ലീഗിന്റെ വലിയ ശക്തി കേന്ദ്രമാണെങ്കിലും നല്ല പ്രവർത്തനം ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞത് അതിന്റെ ഭാഗമായിട്ടാണ്. അടുത്ത ജയശങ്കർ, അത് സുചിന്തിതമായിട്ടുള്ളൊരു ആലോചനയും പറയേണ്ടുന്ന രാഷ്ട്രീയവുമാണ് അവർ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു വിഭജിത രാഷ്ട്രീയത്തിന്റെ കളി മുസ്ലിം ലീഗ് അവിടെ നടത്തിയിട്ടുണ്ട് എന്ന ആക്ഷേപം അവർ CPM ഇടതുപക്ഷ പാർട്ടികൾ അങ്ങോട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. ശരിയോ തെറ്റോ എന്തോ ആകട്ടെ. പക്ഷെ അത് തെരഞ്ഞെടുപ്പാനന്തരം എന്ന് വെച്ചാൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് സ്ഥാപിക്കപ്പെടുന്നത് സംസ്ഥാനത്താകെ തന്നെയും ഈ വിഭജിത രാഷ്ട്രീയത്തിന് കൂടുതൽ ഊന്നൽ നൽകുകയല്ലേ, ഗുണം കിട്ടുകയല്ലേ ചെയ്യുക? തീർച്ചയായിട്ടും അത് വളരെ അനഭിലഷണീയമായ പല പ്രവണതകളിലേക്കും ഞാനത് ആദ്യമേ സൂചിപ്പിച്ചു. തികച്ചും അപകടകരമായ പല പ്രവണതകളിലേക്കും വിരൽ ചൂണ്ടാൻ സാധ്യതയുണ്ട്. ശ്രീ കുഞ്ഞാലിക്കുട്ടി വർഗീയമായ ധ്രുവീകരണം നടത്തി വിജയിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ വിജയിക്കേണ്ട ആവശ്യമില്ല. അത് അല്ലാതെ തന്നെ ജയിക്കും. പിന്നെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മായൻ ഹാജിയോടാണ് ഈ കാര്യത്തിൽ എനിക്ക് ചായ്വുള്ളത്. വെൽഫെയർ പാർട്ടിയുടെ ഒരു വോട്ട് പോലും മുസ്ലിം ലീഗിന് കിട്ടാൻ യാതൊരു സാധ്യതയില്ല. അതേസമയത്ത് SDPയുടെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടാൻ സാധ്യതയില്ല. ഇതൊക്കെ നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ മനസാക്ഷി ഏത് വഴിക്കാണ് പോകുന്നതൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നുള്ളൂ. അത് അത്ര വലിയ കാര്യമല്ല. പക്ഷേ സനീഷ് ഇവിടെ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതെന്ന് വെച്ചാൽ ഈ മലപ്പുറത്തിന് പുറത്തുണ്ടായ കാര്യങ്ങൾ എന്തുമാത്രം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും? സ്വാഭാവികമായിട്ടും സ്വാധീനിക്കും. ജിഷ്ണു പ്രണോയിയുടെ കാര്യം സ്വാധീനിക്കാവുന്ന ഒരു വിഷയമാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് മലപ്പുറത്ത് സ്വാധീനിക്കാവുന്ന ഒരു കാര്യം താനൂര് ഉണ്ടായ ലീഗ് CPM സംഘടനകളും അതേ തുടർന്ന് പോലീസുകാർ നടത്തിയ വലിയ അതിക്രമങ്ങളുമാണ്. അതൊക്കെ ഒരുപക്ഷെ അല്ല, സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാവുന്ന കാര്യങ്ങളാണ്. സർക്കാരിന്റെ വിലയിരുത്തൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ സർക്കാരിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ അവിടെ പരിഗണിക്കപ്പെട്ടേക്കാം എന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാവുന്നത്. ശ്രീ JR പത്മകുമാർ, BJPക്ക് അവിടെ വിജയമൊന്നും സ്വപ്നം കാണാനേ പറ്റുകയില്ല. ഇപ്പറയുന്ന വോട്ട് കൂടുതൽ നേടാമോ എന്ന ആലോചനയിലാണ് അവിടെ മത്സരിച്ചത്. ഒക്കെ ആകുമ്പോൾ തന്നെയും ദേശീയ തലത്തിൽ BJP വിമർശിക്കപ്പെട്ട ഒരു സംഭവം അവിടെ നിന്നുണ്ടായല്ലോ. ബീഫ് സംബന്ധിച്ച് സ്ഥാനാർത്ഥി നടത്തിയ പ്രസ്താവന BJPക്ക് അധികാര രാഷ്ട്രീയത്തിന് ഉള്ള ഇരട്ടത്താപ്പുകളുടെ അങ്ങേ തലയിലെ ഒരു ഉദാഹരണമായിട്ട് മുന്നോട്ട് വന്നു. ഒരു കാലത്ത് സഖ്യകക്ഷിയായിരുന്ന ശിവസേന അതെടുത്തിട്ട് ഏതെങ്കിലും ഒരു നിലപാട് നിൽക്കൂ എന്ന് നിങ്ങൾ ഉപദേശിക്കുന്നത് ദേശീയ തലത്തിൽ നിന്ന് കണ്ടു. ഇത്തരത്തിൽ സ്വന്തം രാഷ്ട്രീയത്തിൽ പലയിടങ്ങളിൽ പല നിലപാടുകൾ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വികസനത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വോട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നത്? അല്ല, അത് സ്ഥാനാർത്ഥിയുടെ മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു. അവിടെ അതൊരു വലിയ വിഷയമൊന്നും അല്ലല്ലോ. ഇനിയിപ്പോൾ ബീഫ് നിരോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ അത് ചർച്ചയാവുമായിരുന്നു. രണ്ട് ആൻസറല്ലേ പറയാൻ പറ്റൂ. നിങ്ങൾ നിരോധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ കേരളത്തിൽ നിരോധനമില്ല, അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കും, ഞങ്ങൾ അതിനെ എതിർക്കില്ല എന്ന് പറഞ്ഞത് വലിയ അപരാധമൊന്നുമല്ല. അവിടെ അതൊന്നും അല്ലല്ലോ ഒരു വലിയ പ്രശ്നം. അവിടെ അതാരും ചർച്ച ചെയ്തില്ല. നിങ്ങൾ എന്തിനാ ഈ ബീഫെല്ലാം മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ മുസ്ലിം സമുദായമാണ് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളാണ് കഴിക്കുന്നത് എന്ന് വരുത്താൻ ഈ ശ്രമം എന്തിനാണ് അവിടുത്തെ പാർട്ടികൾ നടത്തിയത്, കോൺഗ്രസും CPM നടത്തിയത്?
അപ്പോൾ അത് വർഗീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ വർഗീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആ നിലപാടെടുത്തത്. അതൊന്നും പിന്നെ ഓരോ നിലപാടുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അപ്പോൾ വാനരന് വാല് അലങ്കാരം എന്നതുപോലെ ഇത്രമാത്രം അവസരവാദപരമായ നിലപാടെടുത്ത പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടോ? ഒരു കാര്യം ഞാൻ സമ്മതിക്കുകയാണ്, ഞാൻ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി നിരവധി ദിവസം ഉണ്ടായിരുന്ന ആളാണ്. മുസ്ലിം ലീഗിനേക്കാൾ മുസ്ലിം വർഗീയം പറഞ്ഞ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു വലിയമായ ഒരു ഭീതി ഉണ്ടാക്കി എന്തോ ഹിന്ദു ഭരണം നടത്താൻ പോകുന്നു എന്നുള്ള രീതിയിൽ മുസ്ലിം സമുദായത്തിനിടെ ഭീതി ഉണ്ടാക്കി ആ വോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ള വളരെ ഹീനമായ ശ്രമം നടത്തിയ പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് അവരൊന്നും ഇത്ര വലിയ രാഷ്ട്രീയ ശീലാവധിയൊന്നും ചമയേണ്ട കാര്യമില്ല. അവർ തനി വർഗീയം തന്നെയാണ് നടത്തിയത്. ഇപ്പോഴും ഞാൻ അവിടെ പങ്കെടുത്ത ടോക്ക് ഷോയിലൊക്കെ ഞങ്ങൾ അവിടെ ചർച്ച ചെയ്തപ്പെട്ട വിഷയമുണ്ട്. ഇപ്പോഴും വെൽഫെയർ പാർട്ടിയുമായി അധികാരം പങ്കിടുകയാണ് നിരവധി പഞ്ചായത്തുകളിൽ CPM, മുനിസിപ്പാലിറ്റിയിൽ CPM. നിഷേധിക്കാൻ കഴിയുമോ? എണ്ണി അവിടെയുള്ള പ്രവർത്തകർ പറഞ്ഞല്ലോ, എല്ലാ പാർട്ടിയിലുള്ള പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളൂ, എല്ലാ കാലത്തും ആ വർഗീയതയുമായി കൂട്ടുചേർന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർക്ക് അതാണ് അവരുടെ നിലപാട്. പക്ഷേ CPM അങ്ങനെയാണോ? പുറമെ വലിയ ശീലാവധി ചമയുകയും ആന്തരികമായിട്ട് രാഷ്ട്രീയ ഈ വർഗീയ കക്ഷികളുമായി ചേർന്നുകൊണ്ട് BJP അല്ലെങ്കിൽ സംഘപരിവാറിനെ എതിർക്കുക എന്നുള്ളൊരു ലയം. അങ്ങനെ ഞങ്ങളാണ് അതിന്റെ ചാമ്പ്യന്മാരെന്ന് പറയുമ്പോൾ കുറച്ച് വോട്ട് കിട്ടുമെന്നുള്ളത് അല്ലാതെ സ്ഥായിയായ ഒരു നിലപാടില്ല. അവിടെ ചർച്ച ചെയ്യപ്പെട്ടതിൽ ഞങ്ങൾ ശ്രമിച്ചത് വികസന രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ 1,15,000-ഓളം വരുന്ന പുതിയ വോട്ടർമാരിൽ ഒരു പ്രതീക്ഷ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ട്. ഞങ്ങൾ അവർ വിശ്വാസം അർപ്പിക്കും എന്നുള്ളതാണ്. കാരണം UP ഞങ്ങൾ പരീക്ഷിച്ചത് അതാണ്. അവിടെ സങ്കുചിതമായി ജാതി രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി വികസന രാഷ്ട്രീയത്തിലേക്ക് ഈ ജാതി രാഷ്ട്രീയത്തിൽ ചിന്തിച്ചിരുന്ന മതരാഷ്ട്രീയത്തിൽ ചിന്തിച്ചിരുന്ന ആളുകളെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നടത്തി. മൊറാദാബാദ് ഉൾപ്പെടെയുള്ള 82% മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ പോലും അവിടെയുള്ള ജനങ്ങൾ വികസന രാഷ്ട്രീയത്തോടൊപ്പം നിന്നു, മതരാഷ്ട്രീയം വെടിഞ്ഞുകൊണ്ട്. ആ ഒരു സാധ്യത ഞങ്ങൾ ഇവിടെ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെയും നിങ്ങൾക്ക് എതിരായിട്ട് ആലോചിക്കുന്ന ആളുകൾക്ക് ചില ചെറിയ തട്ടുകേടുണ്ടായിക്കൂടെ നിങ്ങൾക്ക് എന്ന തോന്നലുണ്ടാകുന്ന പല സംഗതികളുമുണ്ട്. ചെറുപ്പക്കാരനായ MB ഫൈസൽ തീരെ നിസ്സാരനായ സ്ഥാനാർത്ഥിയാണ് എന്ന് വിചാരിച്ചിരുന്നെങ്കിലും അങ്ങനെയല്ല എന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കാലത്ത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒന്നത്. രണ്ടാമത്തേത് അല്പം മുമ്പ് ശ്രീ പത്മകുമാർ പറഞ്ഞു, ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ LDF-കാർ പറയുന്നുണ്ടെങ്കിൽ അത് LDF-നാണ് ആ വോട്ട് ചെന്ന് വീഴാൻ ഇടയുള്ളത് എന്ന് വിചാരിക്കുന്ന ആളുകളുമുണ്ട്. അവർ വോട്ട് ചെയ്യാതിരിക്കാനാണ് സാധ്യത എന്ന് അല്പം മുമ്പ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ അർത്ഥത്തിൽ അവരുടെ വോട്ടുകൾ കിട്ടുക 1,18,000 മറ്റോ പുതിയ വോട്ടുകളുണ്ട്. ആ വോട്ടുകളുടെ വലിയൊരു ശതമാനം അവർക്ക് കിട്ടുകയൊക്കെ ഉണ്ടായാൽ PK കുഞ്ഞാലിക്കുട്ടി എന്ന വലിയ നേതാവിനെ മുസ്ലിം ലീഗ് എന്ന അതിശക്തമായ പാർട്ടിയെ ഒന്ന് കുലുക്കാനൊക്കെ സാധിച്ചേക്കും. ആ കുലുക്കൽ പോലും വലിയ ദുഃഖമുണ്ടാക്കുന്ന സംഗതിയായിരിക്കും എന്ന് വിചാരിക്കുന്ന ആളുകൾ ഈ ഘട്ടത്തിലുമുണ്ട്. അങ്ങനെ ഉള്ളവരോട് എന്താണ് പറയാനുള്ളത്? ചർച്ച അവസാനിപ്പിക്കാം. അല്ല, ഒരിക്കലും PK കുഞ്ഞാലിക്കുട്ടിയെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ അടിത്തറ വെച്ച് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ഒന്ന് കുലുക്കാൻ പോലും ആർക്കും മലപ്പുറത്ത് കഴിയുകയില്ല, കഴിഞ്ഞിട്ടില്ല. രണ്ട്, ഒരു കാലത്തും ഇവിടെ ജയശങ്കർ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതാ, ഞങ്ങൾ ഒരു കാലത്തും ഈ ജമാഅത്തെ ഇസ്ലാമിയുമായോ വെൽഫെയർ പാർട്ടിയുമായോ SDPIയുമായോ ഒരു തരത്തിലുള്ള ബന്ധങ്ങളും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കുന്ന പ്രശ്നമില്ല, ഭാവിയിലും ഉണ്ടാക്കുകയില്ല. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി നമുക്കറിയാലോ, ഓരോ ഘട്ടത്തിൽ ഓരോ വർഗീയതയെ കൂട്ടുപിടിക്കുന്നവരാണ്. അവരിപ്പോ കഴിഞ്ഞ ഒരു 10 കൊല്ലമായി മുസ്ലിം വർഗീയത, മുസ്ലിമീങ്ങളുടെ യോഗം, മുസ്ലിമീങ്ങളുടെ പെണ്ണുങ്ങളെ സ്ത്രീകളെ, മുസ്ലിം സ്ത്രീകളുടെ യോഗം, മുസ്ലിമീങ്ങളെ വിളിച്ച യോഗത്തിൽ നമസ്കരിക്കാൻ പ്രത്യേക അവധി കിട്ടുക, മതസംഘടനകളുടെ യോഗം പോലെ ഇങ്ങനെ മുസ്ലിമീങ്ങളുടെ ഇടയിൽ. ബഹുമാനപ്പെട്ട വിജയരാഘവൻ സാറ് ഒന്ന് ക്ഷമിക്കണോ, അങ്ങ് എന്നെക്കാൾ സീനിയർ പൊതുപ്രവർത്തകനാണ്, അങ്ങൊന്ന് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. മാർക്സിസ്റ്റ് പാർട്ടി എല്ലാവർക്കും ഒരിക്കൽ പോലും മാർക്സിസ്റ്റ് പാർട്ടി മലപ്പുറം ജില്ലയിലെ പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ ഒരിക്കൽ പോലും മാർക്സിസ്റ്റ് പാർട്ടി ഒരു മുസ്ലിം അല്ലാത്ത സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. അങ്ങനെ വർഗീയതയും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി പരസ്പരം ഭിന്നതയുണ്ടാക്കി അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു പാർട്ടിയല്ലേ മാർക്സിസ്റ്റ് പാർട്ടി. പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വേറെയും യഥാർത്ഥ രാഷ്ട്രീയം വേറെയല്ലേ. ഇവിടെ ഞങ്ങൾക്ക് വർഗീയത ഒന്നും പറയേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് ജനാധിപത്യവും. ഇവിടെ കേരള ഗവൺമെന്റ് വെച്ചു കൊടുത്താൽ മതി. ഇന്നലെയും മെഞ്ഞാന്നുമായി മഹിജയെ കാണാത്ത
പിന്നെ നമ്മുടെ രാജാവുണ്ടല്ലോ, കേരളത്തിലെ വലിയ രാജാവ്, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ധാർഷ്ട്യമുള്ള രാജാവാണ് ഞങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി. മഹിജ എന്ന അമ്മയെ ഒരു നോക്ക് കാണാൻ 2 മിനിറ്റ് അനുവദിക്കാൻ 2 ആഴ്ച അപ്പുറത്തേക്ക് സമയം കൊടുത്ത പാർട്ടിയല്ല സർ. ഇങ്ങനെയുണ്ടോ? മന്ത്രിമാർക്ക് ഒരാഴ്ചക്ക് മുമ്പേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ് കൊടുക്കൂല, ഒരു മുഖം കാണിക്കാൻ പറ്റൂല. ജനാധിപത്യത്തിലെ നേതാവല്ലേ സർ താങ്കൾ? എന്തിനിങ്ങനെ ബേജാറാണ്? നമുക്ക് നിർത്താം. വളരെ വളരെ നന്ദി. എന്ന നിങ്ങളുടെ മുന്നണിയുടെ ആ ഒരു പ്രകടന പത്രിക ഉണ്ടല്ലോ, അത് കാറ്റിൽ പറത്തി എന്ന് പറഞ്ഞാൽ പോലെ തീയിട്ട് കത്തിച്ചു കളഞ്ഞു. അതിന്റെ ചാരമെടുത്തിട്ട് കടലിൽ ഒഴുക്കി കളഞ്ഞു. വളരെ നന്ദി ഹാജിയോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഈ ആത്മവിശ്വാസം കൂടുതലാണോ അല്ലെങ്കിൽ ചെറിയ ആശങ്കയാണോ നിങ്ങൾ ഇരുവരെയും ഈ മട്ടിൽ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നത് കാണുന്ന ആളുകൾ തീരുമാനിക്കട്ടെ. നമുക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിന്റെ ഫലമറിയാൻ. ഏതായാലും മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പിന്റെ വിധി ഏത് നിലക്കുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വരും ദിവസങ്ങളിൽ ഇടവെക്കുക എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ സൂചനകൾ ഈ ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ നന്ദി ശ്രീ എ വിജയരാഘവൻ, ശ്രീ MC മായിൻ ഹാജി, ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ JR പത്മകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ 70% പോളിംഗ്. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് കൂടിയത് ആത്മവിശ്വാസം നൽകുന്നുവെന്ന് മുന്നണികൾ. കൂടുതൽ പോളിംഗ് മഞ്ചേരിയിൽ, കുറവ് വേങ്ങരയിൽ. ദേവികുളത്ത് സബ് കളക്ടർ ശ്രീരാം വെങ്കട്ടരാമനെതിരെ CPM പ്രവർത്തകരുടെ പ്രതിഷേധം. കയ്യേറി കെട്ടിയ ഷെഡ് സബ് കളക്ടർ ഇടപെട്ട് പൊളിച്ചുമാറ്റി. നടപടിയെടുക്കാതിരുന്ന പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് കലക്ടർ. റവന്യൂ ഉദ്യോഗസ്ഥരെ തടഞ്ഞതിൽ മന്ത്രി E ചന്ദ്രശേഖരൻ മുഖ്യമന്ത്രിയെ പ്രതിഷേധമറിയിച്ചു. കാനം രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശവുമായി EP ജയരാജൻ. സർക്കാരിനെതിരായ കാനത്തിന്റെ കുത്തുവാക്കുകൾ എല്ലാ സീമകളും ലംഘിക്കുന്നു. മുഖ്യമന്ത്രിയെ പരസ്യമായി അപഹസിക്കുന്നത് അപലപനീയം. KM ഷാജഹാന്റെ അട്ടിമറി പണിക്ക് ചൂട്ടുപിടിക്കുന്നുവെന്നും ജയരാജൻ. മന്ത്രിമാരെ തിരിച്ചറിയാനാകാതെ സംസ്ഥാന ഇന്റലിജൻസ് മേധാവി. റവന്യൂ മന്ത്രിയോട് VS സുനിൽകുമാർ അല്ലേ എന്ന് ചോദ്യം. സ്വന്തം പാർട്ടിക്കാരെ തിരിച്ചറിയാത്ത മുഖ്യമന്ത്രിയുടെ കാലത്ത് ഇത് സ്വാഭാവികമെന്ന് MM ഹസന്റെ പരിഹാസം. പെട്രോൾ ഡീസൽ വില ദിവസേന പുതുക്കി നിശ്ചയിക്കാൻ തീരുമാനം. മെയ് 1 മുതൽ 4 നഗരങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.